റെഡി. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളും തുടങ്ങിയിരിക്കണം കേട്ടോ മക്കളെ. പിന്നെ മല്ലി ഉണക്കലും മുളക് ഉണക്കലും മരി ഉണക്കലും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളും തുടങ്ങിന് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞോ? അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. മല്ലിമുളകും കഴുകലും ഉണക്കലും. നല്ല മല്ലിമുളകും നമ്മൾ പാക്കറ്റ് ഒരിക്കലും വാങ്ങരുത് കേട്ടോ. എത്രേ ഇതൊന്ന് മണ്ണും ചളിയും കിട്ടുന്ന അറിയോ. മുളക് പിന്നെയും കുഴപ്പമില്ല. മുളക് 1-2 വട്ടം കഴുകിയാലും പിന്നെ കുറച്ചൊരു വൃത്തിയാണുണ്ട്. മല്ലി ഇങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ കറുത്ത വെള്ളാനാണ്. പോരാത്ത അതിൻ്റെ അടിയിൽ പിന്നെ കല്ലും വെള്ളാരം കല്ല് പോലത്തെ കല്ലാണ് കേട്ടോ. അങ്ങനെ മുളകൊക്കെ നല്ലോണം തേച്ച് തിരുമ്പി കുറച്ച് ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ നിന്നില്ല. എവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പോൾ ഈ വേസ്റ്റ് ഉണ്ടിക്കന്നല്ല ഇപ്പോൾ ഈ വെള്ളം പോണത്. അല്ലാണ്ട് ഇപ്പോൾ മുറ്റത്തേക്കൊന്നും ചിന്താൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം തേച്ച് കഴുകിയിട്ട് ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഞാൻ അതിലൊരു ഇച്ച വരും കേട്ടോ. ആ ഇച്ചാൻ്റെ അടുത്ത് വെറും 100 റുപ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഉപകാരപ്പെടുന്നതാണ്. ഞാൻ അത് ഒരു ഓട്ടപ്പാത്രമാണ്. നല്ല ഇതും പിടിക്കുന്നുണ്ട് കേട്ടോ. മല്ലിയും മുളകും കുറച്ച് തോനെ തന്നെ കൈയിട്ടാലും പിന്നെ വെള്ളം പാരാൻ കുറച്ച് തോനെ തന്നെ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ മുളകൊക്കെ നല്ലോണം 2-3 പ്രാവശ്യം കുറച്ചിട്ട് കഴുകിയിട്ട് കുറച്ച് നമ്മളെപ്പോഴും ഇല്ലേ, നമ്മളെന്ത് കഴുകുമ്പോഴും ഇങ്ങനത്തെ മല്ലി ആയാലും മുളക് ഉണക്കമീൻ സാധനങ്ങളൊക്കെ കഴുകുമ്പോൾ എപ്പോഴും ഒഴുക്കുവെള്ളം പാരാൻ ശ്രമിക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ അത് ഓരെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഉണക്കണതും പറിച്ചു കൊടുത്തും കുട്ടിടുന്നതും നായ്ക്കളോ അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ എന്താക്കിയാൽ രണ്ടാമതും വെള്ളം തിരിച്ച് അങ്ങനെ ഇല്ല മുളക് 2 കിലോ മുളകായിരുന്നു. 2 കിലോ പിന്നെ എരിവില്ല മുളകും 1/2 കിലോ കാശ്മീരി മുളകാണ് കേട്ടോ. അങ്ങനെ അതല്ലോ അങ്ങനെ അപ്പോൾ അല്ലേ കളറ് കിട്ടുള്ളൂ. അങ്ങനെ അതെന്താക്കിയാൽ നല്ലോണം തേച്ച് കഴുകിയിട്ട് അത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എന്താക്കുന്നുണ്ട് പറഞ്ഞാൽ കാശ്മീരി മുളക് ഞാൻ വിചാരിച്ച് വേണ്ട അങ്ങനെ പൊടിപ്പിക്കാൻ നോക്കുമ്പോൾ കുറേ ഇട്ടാലും വലിയൊരു ദിവസമൊന്നും കിട്ടൂല. ഇത് കുറേ കറിക്ക് കളറ് കൂടിയിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, എരിവും വേണമല്ലോ. അങ്ങനെ എന്താക്കിയാൽ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് വെക്കുക. ഒന്നാക്കിയിട്ട് എന്താക്കിയാൽ അതും കഴുകുകയാണ് കേട്ടോ. മുളകിലൊന്നും ഞാൻ പറയുന്നത് വലിയൊരു ചളിയൊന്നും എനിക്ക് തോന്നും. ചളി തന്നെയാണ്. പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. ഓരും പറിട്ടൊന്നും കാര്യമില്ല. ഓര് പറിച്ചോടുന്ന് കുടിടുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞാൽ മില്ലിന്നായാലും പാക്കറ്റ് വാങ്ങുന്നവരൊന്നും മില്ലിന്ന് കുഴപ്പമില്ല തോന്നുന്നുണ്ടെല്ലാം കണക്കന്നെ. എന്നാലും അങ്ങനെ എന്താക്കി ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് എല്ലാം പാടെ ഏറ്റിയിട്ട് പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ ഈ മുളക് കൊണ്ടുപോയിട്ട് വിരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. എൻ്റെ പൊന്നോര മക്കളെ, മേലെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണങ്ങിപ്പോവും. മല്ലിയും മുളകും മാത്രമൊന്നുമല്ല, നമ്മൾ തന്നെ പിരിവിരിയേന്നായിപ്പോവും. അങ്ങനത്തെ വെയിലും അയിറ്റാ ചൂടുമാണ്. ഈ സമയത്തൊക്കെ നോമ്പൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ സുഖമാണില്ലേ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് മല്ലിമുളകൊക്കെ ഉണക്കുക? അതപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാം അല്ലേ. അങ്ങനെ മല്ലി കഴുകാടുകയാണ് കേട്ടോ. മല്ലീന് 2 കിലോ ആയതുകൊണ്ട് ഒന്നായിട്ട് തന്നെ ഞാൻ നല്ലോണം വെള്ളം തിരിച്ചിട്ട് കഴുകിയിട്ട്. പക്ഷെ അതിന് മല്ലി 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊന്നും കഴുകിയാലൊന്നും ഇതാവില്ല കേട്ടോ. 2-3 പ്രാവശ്യം നല്ലോണം തേച്ച് കഴുകുക തന്നെ വേണം. അത്ര വെള്ളവും ചളിയൊക്കെയാണ്. പിന്നെ അതിൻ്റെ കവറൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൽ തന്നെയാണല്ലോ. ഇത് തന്നെ ഇപ്പോൾ കൊണ്ടുപോകാനും ഇത് തന്നെ വേണമല്ലോ. അങ്ങനെ മല്ലിയും നല്ലോണം തേച്ച് കഴുകിയിട്ട് പിന്നെ ഞാൻ എന്താക്കി അറിയാം, ഇനിയിപ്പോൾ ഇതിന് വേറൊരു ദിവസത്തിനാകൂല. കൊണ്ടുപോകുമ്പോൾ ഇപ്പം എല്ലാം ഒപ്പം തന്നെ കൊണ്ടുപോകണമല്ലോ. ഇതിപ്പോൾ സിദ്ധാപുരം പോയിട്ട് വാങ്ങണമെങ്കിലും ഞാൻ തന്നെ പോകണം. ഇതിപ്പോൾ ഞാൻ സത്യം പറയാൻ വാങ്ങി കൊടുത്തിട്ട് 10-15 ദിവസമായി. ഇത് ഇന്ന് വിചാരിക്കും നാളെ കഴുകുക, നാളെ വിചാരിക്കുക, ഇന്ന് വിചാരിക്കും നാളെ കഴുകുക. അങ്ങനെ നാളെ നാളെ അങ്ങനെ പോകുക എന്നല്ലാണ്ട് പിന്നെ ഇപ്പം ഞാനും വിചാരിച്ച് കാരണം കാത്തിക്കണ്ടേ. ആരെ കാത്തിട്ടും കാര്യമല്ല. നമുക്ക് ചാറും ചോറും വെക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പം ആരും സിദ്ധാപുരം പോയി വാങ്ങിക്കൊണ്ടുവന്ന് തേച്ച് കഴുകി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് ഡബ്ബിയിലാക്കി വെച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് നമുക്ക് കറി വെക്കാം. അല്ലാതെ മടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ എൻ്റെ റബ്ബില്ലാലമീനായ തമ്പുരാനെ, അങ്ങനെ അതൊക്കെ കഴുകിയല്ല മേലക്ക് ഒരുപാട് വെട്ടിന് 16 വട്ടം കയറിയല്ല മേലക്കും താഴേക്കും. പിന്നെ ഈ ഒരു കുന്ത്രാണവും പിടിച്ചിട്ട് കയറണമല്ലോ. വീഡിയോ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ കയറണമല്ലോ. അങ്ങനെ പിന്നെ മല്ലിയും മുളകും അരിയും ഒക്കെ ഇട്ടിട്ടോ
അരിയൊക്കെ കുറച്ച് തോനെ തന്നെ കഴുകിക്കണം ഞാൻ ഒരു 8-10 kg അത്ര തന്നെ. ഇപ്പം വടക്കായി പോണ സാധനമൊന്നും അല്ലല്ലേ. അപ്പം നമുക്ക് നല്ല എപ്പോഴും ഒരു നല്ലൊരു ബക്കറ്റിലിട്ട് മൂടി വെച്ചാലേ എപ്പോഴായാലും വേണ്ട ഉപകാരപ്പെടുന്ന സാധനമൊക്കെ. ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാതൊക്കെ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ മഴൻ്റെ കാലും പാലും തുടങ്ങും. അപ്പോൾ പിന്നെ കഴുകാനൊന്നും ഇതുണ്ടാവില്ല. അതിന് മുളകൊക്കെ ഞാൻ ഉച്ചൻ്റെ ശേഷം നോക്കുമ്പോൾ നല്ല പിരിയേനായിന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി അറിയാം, അരിയും നല്ലോണം അന്നത്തെ വീഡിയോ അങ്ങനെ 1.5 വെയിലാണ് കൊണ്ടിരുന്നത് കേട്ടോ, ഈ മല്ലിയും മുളകും അരിയൊക്കെ. അങ്ങനെ പിന്നെ പിറ്റേത്തെ ദിവസം ഞാൻ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വെയിലത്തിട്ട് പിന്നെ അരിയൊക്കെ ഒന്ന് ചേറി പാറ്റിയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വൃത്തിയില്ല അരിയാണ്, എന്നാലും ഒന്നുമില്ല, എന്നാലും ഒന്ന് ചേറിയിട്ടേ അതിലില്ല കറുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറ്റാമെന്നും പറഞ്ഞിട്ട് ഒന്ന് ചേറിയിട്ട് ഒന്ന് ചാക്കിലാക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒക്കെ ചേറിയിട്ട് എന്നാൽ പിന്നെ ഒരു ഇതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടെങ്കിലേ വാർപ്പിൻ്റെ മേലൊക്കെ ഇടുന്നതല്ല. അതിൻ്റെ മേലെ പിന്നെ തുണിയൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. നമ്മൾ ഈ അരിയും മല്ലിയും അരിയില്ലേ കഴുകി ഉണക്കാനുള്ള സമയത്ത് ഒറ്റയടിക്ക് വെയിൽ കൊള്ളിക്കാൻ പാടില്ലല്ലോ, അപ്പോഴാണ് ഈ അരി വെയിൽ ചുവയ്ക്കും അത്ര. അപ്പം ഞാൻ എന്താക്കിയാൽ ഇന്നലെ അരി കഴുകി ഇടുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു തുണി ഇട്ടിരുന്നു. ഇന്ന് പിന്നെ അതിൻ്റെ ആ വാട്ട പോയില്ലേ, ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് പോയില്ലേ, അതിന് ഞാൻ അപ്പാടിട്ടതാണ് കേട്ടോ ഉണങ്ങാൻ. അതിന് ഇല്ലതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ ഇല്ലതൊക്കെ പിന്നെ ചേറി പാറ്റിയിട്ട് പൊരിഞ്ഞ വെയിലത്തിരുന്നിട്ട് ആ പരിപാടിയാവുന്നു നോക്കിയിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല. നല്ല വെയിലുണ്ടായിരുന്നു. നട്ടുച്ചക്കാണ് ഇപ്പോൾ ഈ ചെയ്യണത്. എന്താ കുളിക്കുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് സഞ്ചിയിലാക്കി വെച്ചാലേ പിന്നെ ഓട്ടോ വരുമ്പോൾ മൊയ്സിൻ്റെ ഓട്ടോ അനിയത്തിൻ്റെ മാപ്പിളുടെ ഓട്ടോ വരുമ്പോൾ അതിലങ്ങ് എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് നട്ടുച്ചക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യണതാണ്. അങ്ങനെ ഞാനിതാ മല്ലിയിൽ ഞാൻ ഇങ്ങനെയാണ് മല്ലി വറക്കലിട്ടോ. നിങ്ങൾ എങ്ങനെയാണ് വറക്കൽ എന്ന് എനിക്കറിയൂല. പട്ട, ഗ്രാമ്പൂ, ഏലം, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ മെയിനായിട്ട് പുഴുങ്ങലരി കേട്ടോ. ഈ പുഴുങ്ങലരി കൂട്ടുന്നത് എന്തിനാ പറഞ്ഞാൽ നമ്മൾ ഈ കടലക്കറി ചിക്കൻ കറി എല്ലാം വെക്കുമ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കൂലേ, ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കുന്ന സമയത്ത് നമ്മളെന്താക്കും, ആദ്യമൊക്കെ നമ്മൾ വലിയമാൻ്റെവരെല്ലാം പുഴുങ്ങലരി കൂട്ടിയിരുന്നു, ഒരിച്ചിരി പുഴുങ്ങലരി കൂട്ടിയിരുന്നു. അപ്പം ഞാൻ പുഴുങ്ങലരി അതിനാട്ടോ കൂടെ പുഴുങ്ങലരി, വലിയ ജീരകം, ഏല, പട്ട, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫിൻ്റെ ചപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് എന്തോരം ടേസ്റ്റാണ്. ചിക്കൻ കറി ആയാലും ബീഫ് ആയാലും. പിന്നെ എന്താ കാരണം അധികമൊന്നും കൂട്ടരുത്, കുറേ കൂട്ടിയാൽ എന്താ പറഞ്ഞാൽ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഇതാവും. മീൻ കറിക്ക് ഒരു ഇച്ചിരിയൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2 കിലോ മല്ലിക്കുള്ളതാണല്ലോ, അപ്പോൾ വല്ലാതെ കൂട്ടുമ്പോൾ കൂട്ടിയാൽ നിൽക്കണ്ട. എന്താ പറയുക, നമ്മൾ മുളകും പൊടി മല്ലിപ്പൊടി മീൻ കറിയിൽ ഇടുമല്ലോ ഇച്ചിരി, അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, കുറേ കൂട്ടണ്ട, എന്നാലും കുറച്ചീച്ച കൂട്ടിയാൽ ചിക്കൻ കറിക്ക് എന്തായാലും നമ്മൾ ബിരിയാണി വെക്കുകയാണെങ്കിലും ചിക്കൻ കറി വെക്കുകയാണെങ്കിലും നല്ല നമ്മൾ ഗരം മസാല ഇടാതെ നിൽക്കൂലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അതുവേ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഗരം മസാല ഒന്നും ഇട്ടെങ്കിലെങ്കിലും ഉണ്ട്. അപ്പോൾ എന്താക്കിയിട്ട് മല്ലി ആ ചെമ്പിൽ വറുക്കാൻ വേണ്ടി വെച്ചിന്. ഇതിൽ നമ്മൾ പുഴുങ്ങലരി ഇതിലുള്ളതുകൊണ്ട് നല്ലോണം വറവാകാൻ വേണ്ടിയിട്ടാണ് വേറെ സെപ്പറേറ്റ് വറുക്കണത് കേട്ടോ. എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യണം. പുഴുങ്ങലരി നല്ലോണം വറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മല്ലിൻ്റെ ഒപ്പം കൂടുമ്പോൾ വറക്കൂല. മല്ലി ഇപ്പോൾ നല്ല ചൂടായി കിട്ടണം, എന്നാൽ ആ ഒരു ചുവക്കാണല്ലോ നമ്മളൊന്ന് വറുത്തെടുക്കണത്. അപ്പോൾ എന്താക്കാണ്, ഇത് നല്ല പുഴുങ്ങലരിയും ഗ്രാമ്പും ഏലവും പട്ടയും കുരുമുളക് ഇടണം കേട്ടോ, കുറച്ച് കുരുമുളക് ഇടണം. പക്ഷെ എൻ്റെ അടുത്ത് ഇടിയ കുരുമുളക് കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഇടിയ കുരുമുളക് ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ബേ ലീഫ് എന്താക്കുക, ഫസ്റ്റേ ബേ ലീഫ് ഇട്ട് കൊടുക്കണ്ട, കരിഞ്ഞ പോലെ ആവും. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എന്താക്കുക പറഞ്ഞാൽ നല്ല വറുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് കൊട്ടിക്കൊടുത്തിട്ട് പിന്നെ മല്ലീൻ്റെ ഒപ്പം എന്താക്കുക, അല്ലെങ്കിൽ മല്ലീൻ്റെ ഒപ്പം തട്ടൂല കേട്ടോ. മല്ലീൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കൊട്ടുന്ന സമയത്ത് കറുത്ത കളറ് മല്ലിയായിരുന്നു, അപ്പോൾ നല്ല കളറ് മല്ലിയാണ്. അങ്ങനെ അതാ നല്ല വറന്ന് നല്ല കളറായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ഈ മല്ലി നല്ലോണം വറുക്കുമ്പോഴാണ് നമ്മൾ ആ ബീഫൊക്കെ വരട്ടണ സമയത്ത് ആ ചോപ്പ് ഒരു കറുത്ത കളർ പോലത്തെ വരൂലേ, ആ കളർ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ പാടെടുത്ത് ഞാൻ പിന്നെ ആട്ടോയിൽ പോയിട്ടോ മീൻസിനെ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ ഓനെ കിട്ടുന്നില്ല, റേഞ്ചില്ല, ഓൻ എവിടെയോ വാടക പോയിക്കുകയാണ്. പിന്നെ ഞാനൊരു കാക്കാൻ്റെ ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് കാത്തു നിന്നാൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ പോയി അങ്ങനെ ഓട്ടോയിലിതാ അങ്ങനെ പിന്നെ സുധാപുരം പോയി മല്ലിയും മുളകൊക്കെ പൊടിപ്പിച്ച് കൊടുന്ന് എല്ലാം കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂട് പൊട്ടേണ്ടിട്ട് പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് തുറന്നിട്ടതാണ് കേട്ടോ.
പ്ലാസ്റ്റിക് തുറന്നിട്ട് അതാ പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. അതിന് പച്ചക്കറി കുട്ടികൾക്ക് ദിവസം ചോറ് കൊണ്ടുപോകണ്ടേ, കുട്ടികൾക്ക് ചായക്കടി വാങ്ങി പച്ചക്കറിയും ചോറ് കൊണ്ടുപോകുമ്പോഴേ കറി കൊണ്ടുപോയാൽ രസമല്ലാണ്ട് പച്ചക്കറി ഞാൻ മേടിക്കും കുറച്ച് തോനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.